പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ മാങ്കുളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരികയാണ്. ഞങ്ങളിനി പറമ്പിലേക്കൊക്കെ പോകാനുള്ള പരിപാടിയിലാണ്. അമ്മ ഉള്ള മുട്ടയൊക്കെ എനിക്കെടുത്ത് കഴുകി തരികയാണ് കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഇനി താഴെ പറമ്പിൽ പോവുകയാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി കാണാവേ. നീഞ്ചേട്ടായും ഈയയും കൂടി അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മണ്ണിരേനെ പിടിക്കാൻ പോയതാട്ടോ. അപ്പോൾ നമുക്ക് മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ കാണാം കേട്ടോ. ഞങ്ങൾക്ക് മീനൊക്കെ കിട്ടിയ വാ കടന്നു വാ. ഇറങ്ങി വാ. അങ്ങനെ ചൂണ്ടയിട്ടിട്ട് ആദ്യത്തെ മീൻ കിട്ടിയിട്ട് ഒരു ചെറിയ സിലോപ്പി കുഞ്ഞാട്ട കിട്ടിയുള്ളൂ. പിന്നെ കുറേ നേരം നോക്കിയിട്ട് മീനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ പപ്പയും ചേട്ടായും കൂടെ ഇറങ്ങി നോക്കിയിട്ടും മീനൊന്നും കിട്ടിയില്ല. വല വീശി നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വല മാറ്റിയിട്ട് അപ്പുറം സൈഡിലിട്ട് നോക്കിയപ്പോൾ കുറേ മീൻ കിട്ടിയിട്ടോ. എനിക്കും മീനെ കിട്ടി. ഈയും ചൂണ്ടയിട്ട് നമുക്കതൊക്കെ കാണാം കേട്ടോ. എന്നതാ ലിച്ചു അത്? അങ്ങനെ മീൻപിടുത്തം തൽക്കാലം വേണ്ടെന്ന് വെച്ചതല്ല, കുറച്ച് കഴിയുമ്പോൾ പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട്, കാരണം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ആ സമയത്ത് എന്നാൽ റംബൂട്ടാൻ പറിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അമ്മയും ഇതിനും കൂടി റംബൂട്ടാൻ പറിക്കാൻ പോയേ. അപ്പോൾ ചെറിയ രീതിയിൽ മഴയൊക്കെ തൂളുന്നുണ്ടായിരുന്നു, ഒരു ചെറിയ ചാറ്റൽ മഴ പോലെ. അപ്പോൾ പിള്ളേരെ മഴ നനയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറമ്പിൽ തന്നെ പടതയും കൊണ്ട് ഒരു കുഞ്ഞൊരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പയും പിള്ളേരും അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീനെയൊക്കെ പിടിച്ചു കേട്ടോ. ഇത് പറിക്കണത് വായിലേക്കാണല്ലോ പോണേ. അടുത്തത് ഈയുടെ അറ്റംപ്റ്റ് ആണ്. പക്ഷെ അതും ഫെയിലായെന്ന് വേണേൽ പറയാം. ഒന്നും കിട്ടിയില്ല. കൊച്ചു കുറേ നേരം ചൂണ്ട ഇട്ടുകൊണ്ടിരുന്നു, ഒന്നും കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും കൂടെ പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അതിന് വിഷമമായിട്ടോ. എന്നാലും ഞങ്ങൾ പിന്നെ പിടിച്ചു. അങ്ങനെ നീഞ്ചേട്ടായി അമ്മയും കൂടെ റംബൂട്ടാനൊക്കെ പറിക്കുമായിരുന്നു. നീഞ്ചേട്ടായി പറിച്ചിടുന്ന റംബൂട്ടാനൊക്കെ അമ്മ ഇങ്ങനെ പറിക്കി ചാക്കിലേക്ക് കൂട്ടുന്നു. ഇത് ഈ ചാക്കിലുള്ള റംബൂട്ടാൻ മുഴുവൻ ഞങ്ങൾക്ക് കുണ്ടാനുള്ളതാട്ടോ. ഇതിൻ്റെ അകത്ത് പച്ചയുണ്ട്. പച്ചയ്ക്ക് ചെറിയൊരു പുളിയാട്ടോ. എന്നാലും കഴിക്കാവുന്ന രീതിയിലുള്ള പുളിയുള്ളൂ. ചെറുതായിട്ട് പഴുത്ത് വന്നതിന് പോലും നല്ല മധുരാട്ടോ. ഈ റംബൂട്ടാനിൽ ആദ്യമായിട്ടാട്ടോ ഈ റംബൂട്ടാൻ ഉണ്ടാകുന്നത്. ഇത് ബഡാണ്. മൊത്തം ഈ പറമ്പിൽ 9 റംബൂട്ടാൻ മരം കണ്ടുണ്ട്. അതിൽ ആദ്യം പഴുക്കുന്ന റംബൂട്ടാൻ മരം ഇതാട്ടോ. ബാക്കിയെല്ലാം പഴുത്ത് വരുന്നതേ ഉള്ളൂ, പച്ചയാട്ടെ. അപ്പോൾ ഇത് മുഴുവനും ഞങ്ങൾ കൊണ്ടുവന്നു കേട്ടോ. കുറച്ച് അവിടെ വെച്ച് കഴിച്ചു, ബാക്കി മുഴുവനും കൊണ്ടുവന്നു. പപ്പയും അമ്മ ഒട്ടും ഇടും തന്നെ എടുത്തിട്ടില്ല. ബാക്കി മുഴുവനും ഞങ്ങൾ കൊണ്ടുവരും കേട്ടോ. ഇതേ ഇനിയിപ്പോൾ എല്ലാവരുടെയും ആയി വരുമ്പോഴത്തേനും വിലയും കുറയും. കാഴ്ചായിരുന്നേ മൊത്തം അയ്യോ. നമ്മൾ ഇതെന്താ സംഭവമെന്നോ, ഞാനൊന്ന് ചൂണ്ടയിടാൻ നോക്കിയതാ. ചൂണ്ട അതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. നിതിൻ ഇതെങ്ങനെ ഇതിൻ്റെ അകത്ത് കയറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രകാരം നിതിനും പപ്പയും കൂടി അതെടുത്തു കേട്ടോ. നീഞ്ചേട്ടായാണെങ്കിൽ നമുക്ക് കൊണ്ടാനുള്ള മാങ്ങാപ്പഴം പറിക്കും കേട്ടോ. കുറേ മാങ്ങയുണ്ട്, വലിയ മാങ്ങ കേട്ടോ. നല്ല മധുരമൊക്കെയുള്ള ഒരു മാങ്ങയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടാനുള്ള മാങ്ങ പറിക്കുവാണ്. അവസാനം പുതിയൊരു ഐഡിയ ആയിട്ട് നീഞ്ചേട്ടായും പപ്പയും കൂടെ കുളത്തിലിറങ്ങും കേട്ടോ. നീഞ്ചേട്ടായിക്ക് കുളത്തിലിറങ്ങാൻ ഒരു മനസ്സുമില്ലേ. ഞാൻ ഉന്തി തള്ളി വിടും കേട്ടോ. എന്നെ ചീത്തയും പറഞ്ഞുകൊണ്ടാട്ടോ ഇറങ്ങുന്നത്. ഭയങ്കര തണുപ്പ് കേട്ടോ വെള്ളത്തിൽ. നോക്കട്ടെ പോട്ടെ. അങ്ങോട്ട് വലിക്കേ. പാമ്പൊക്കെ ഉണ്ടാവും. പാമ്പ് നീഞ്ചേട്ടാ വെള്ളത്തിന് തണുപ്പുണ്ടോ? പിന്നെ തണുപ്പോ. വലിച്ചു കൊണ്ട് ചെയ്ത് അങ്ങേറ്റം പോയി.
അങ്ങനെ വലയിട്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു മീനെ പോലും കിട്ടിയില്ല. കുറേ നേരം നോക്കി, ഒറ്റ മീനും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ നിധിൻ കയറി പോന്നു. കാരണം വെള്ളത്തിന് നല്ല തണുപ്പാട്ടോ. ലച്ചുവിനാണെങ്കിൽ പപ്പ ഇങ്ങനെ കുളത്തിൽ മുങ്ങും നീന്തുന്നൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര പേടിയാവുമായിരുന്നു. അവൾ കരയാൻ തുടങ്ങി. അമ്മയോട് അയ്യോ എന്നെ എടുക്കുന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ മേത്തേക്ക് കയറി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് മീനൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ആ മീനെ കിട്ടുന്ന വീഡിയോയും ഞങ്ങൾ ചൂണ്ടയിടുന്ന വീഡിയോയും മാങ്കുളത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.